നമ്മുടെ കുട്ടിക്കാലത്തെ ആകാശത്തൂടെ എയ്റോപ്ലെയിൻ പോകുമ്പോൾ മുറ്റത്തേക്ക് കൂടി പോയി മുകളിലേക്ക് നോക്കി വായും പൊളിച്ച് നോക്കി നിന്നിട്ടില്ലേ? അതേ കൗതുകത്തിൽ തന്നെയാട്ടോ എറണാകുളം വന്നപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത്. കുറേ നാളുകൾക്ക് ശേഷം അമ്മയുടെ അടുത്ത് നിൽക്കാൻ വന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ ചേച്ചിമ്മയും വലിയച്ചിയും ചേട്ടനും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഔട്ടിങ് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റ് വന്ന സ്പോട്ട് ഇതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കൊല്ലങ്ങളായി. പണ്ട് വലിയച്ഛനെ കൊണ്ടാക്കാനൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിരുന്ന എയ്റോപ്ലെയിനൊക്കെ കണ്ടുപോയിട്ടുണ്ട്. എൻ്റെ പാച്ചുമോനൊക്കെ ഇത്ര അടുത്തൊരു എയർക്രാഫ്റ്റ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അവനൊക്കെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഉണ്ണിയോളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ജോലിയായിട്ട് നിൽക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ദേ കുറേ ആളുകളൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്. ഈവനിങ്ങിലൊക്കെ ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു സ്പോട്ടായി മാറിയിട്ടുണ്ട് ഇത്. കുറച്ചങ്ങോട്ട് മാറുന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി എയ്റോപ്ലെയിൻസ് ലാൻഡ് ആവുന്നതൊക്കെ കാണാൻ പറ്റും. അവിടെ എന്തോ സെക്യൂരിറ്റി റീസൺസ് കാരണം കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നമ്മുടെ കോടനാടുള്ള എലിഫൻറ്റ് ക്യാമ്പിലേക്കായിരുന്നു. അഭയാരണ്യം എന്നാണ് പേര്. 70 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. ഒരു ബട്ടർഫ്ലൈ പാർക്ക്, പിന്നെ ഒരു ഡിയർ പാർക്ക്, പിന്നെ ഇങ്ങനെ ഒരു മ്ലാവ് പോലെയുള്ളൊരു മൃഗം, പിന്നെ കുറച്ച് ആനകളും അത്രയാണ് കാണാനുള്ളത്. ഈ ആനകളെയൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ നല്ലൊരു വൈബാണ് ആ ഒരു വഴി കൂടെയൊക്കെ നടന്നു പോകാനും. പിന്നെ രാവിലത്തെ ടൈമിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ആനകളെ അവിടെ ഒരു പുഴയിലേക്ക് കുളിക്കാൻ പോണതും അവരുടെ നടത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക്, പിന്നെ ആ മരത്തിൻ്റെ ഇടയിൽ കുറച്ച് ഊഞ്ഞാലുകൾ, ചെറിയ ഹട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു ക്യാൻറ്റീനുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കുണ്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്കൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം.